പെരുന്നാളിന്റെ സമയത്ത് ഇൻസ്റ്റയും ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ആക്കിയ സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ ഞാൻ വിചാരിച്ചു ഈ ഞായറാഴ്ച ഒരു തട്ടിക്കൂട്ട് അടിപൊളി ബിരിയാണി ഉണ്ടാക്കാന്ന്. ബിരിയാണി തട്ടിക്കൂട്ടായിട്ട് തുടങ്ങിയതെങ്കിലും അവസാനത്തെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോട്ടാ. ഗ്യാസിനൊക്കെ ഭയങ്കര വിലയായ കാരണം കൊണ്ടും ഗ്യാസ് കിട്ടാത്തത് കാരണം കൊണ്ടും ഇത്തവണ നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത് അടുപ്പിലാണ് കേട്ടോ. അടുപ്പിൽ വിറക് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുനുകുനാന്നരിഞ്ഞിട്ടുള്ള ഒരു ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് മാത്രമല്ല, നമുക്ക് ഈ ഒരു സമയത്ത് കുതിർത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ ബീൻസ് ഇടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ബിരിയാണി നല്ല കളർഫുൾ ആയിരിക്കും. ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. 3 നാഴി റൈസ് എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു അടുപ്പിലെ വെള്ളത്തിലേക്ക് കാഞ്ഞു വരുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വന്ന് നോക്കണം, അല്ലാതെ തന്നെ റൈസ് ഓവർ കുക്കായി പോവും. റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു കടായി വെക്കുക. അതിലേക്ക് കുറച്ച് ഓയിലും നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി നമുക്ക് വലിയൊരു സവോള നല്ല അടിപൊളിയായിട്ട് നീളത്തിൽ ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ക്രിസ്പി ആക്കിയിട്ട് വറുത്തെടുക്കാം. ഇതും ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് സവോള ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു പഞ്ചസാര ഇങ്ങനെ മുകളിൽ വെതറി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മൾ വീണ്ടും ഈ ഒരു അരിയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ അരി അത്യാവശ്യം ഒരു 80% വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഊറ്റിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടാണ് ഊറ്റിയെടുക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നീളത്തിലുള്ള ബസുമതി അരി കൊണ്ടാണ് നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കാറുള്ളത്. ജീരകശാല അരി അതുപോലെയുള്ള ചെറിയ ചെറിയ മണികളുള്ള അരിയൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. എന്തായാലും റൈസൊക്കെ നമ്മൾ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാനായിട്ടുള്ള സവോളയും നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊട്ടും കരിയാതിരിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ വെറുതെ പഞ്ചസാര തൂവിട്ടാണ് ഇതുപോലെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ നുറുങ്ങി പോകുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ബിരിയാണി ഗാർണിഷ് ചെയ്യുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും, അതുപോലെ തന്നെ ടേസ്റ്റും കിടിലനായിരിക്കും കേട്ടോ. ഇനി നമുക്ക് എന്തായാലും ചിക്കൻ കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സവോള നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വഴറ്റിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സവോള നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നന്നായി സോട്ട് ചെയ്ത് നല്ല മൂത്ത സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് വലിയൊരു തക്കാളി ചെറിയ സ്ലൈസസ് ആയി അരിഞ്ഞു കൊടുത്തതും ചേർക്കുകയാണ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ യോജിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് 1.5 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 വലിയ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല രീതിയിലൊന്ന് വഴറ്റി നമുക്ക് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകണം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1/4 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇലയും കൂടിയും ചേർത്ത് കൊടുക്കാം. കുറച്ചധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കട്ടയായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ തൈര് ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ഒരു ചിക്കൻ കറിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു. നമ്മുടെ ബിരിയാണിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മസാലയാണ്. ഒരുപാട് സ്പൈസസോ അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു മസാലയാണ്, പക്ഷേ നല്ല കിടിലൻ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം 1/4 ഗ്ലാസോളം ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓൾറെഡി ചിക്കനൊക്കെ വെന്ത് നന്നായിട്ട് പാകമായി തുടങ്ങുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് അത്യാവശ്യത്തിന് വെള്ളം വരും. പിന്നെ നമുക്ക് ബിരിയാണി ദമ്മിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ, അതുകൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി കൊടുക്കണം. അതിന് മുന്നായിട്ട് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ഈ ഒരു മൂടിയൊക്കെ മാറ്റി ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ഫൈനലി നമ്മുടെ ഈ ഒരു കറിയുടെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 5 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോവാണ്. ഇതിൻ്റെ ഗ്രേവി കുറച്ചും കൂടി തിക്കാവാനായിട്ടുണ്ടായിരുന്നു.
ഇതിന് നമുക്ക് ബിരിയാണിക്ക് മാത്രമല്ല അല്ലാതെ തന്നെ ഈ ഒരു ചിക്കൻ കറി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചപ്പാത്തിയിലേക്കും അതുപോലെ തന്നെ ചോറിലേക്കും ഒക്കെ കഴിക്കാവുന്നതാണ്. നല്ല കിഡിലൻ ടേസ്റ്റാണ്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച അത്ര ഗ്രേവിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചിക്കൻ്റെ ഗ്രേവിയും അതുപോലെ തന്നെ കറിയും കഷ്ണങ്ങളും ഒക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. ഫൈനലി ഇപ്പോൾ നമ്മൾ ദമ്മിടാനായിട്ട് പോവാണ്. അപ്പോൾ അടിയിൽ കുറച്ച് ഗ്രേവിയും അതുപോലെ തന്നെ 2-3 കഷ്ണങ്ങളൊക്കെ വെച്ച് അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ റൈസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. റൈസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ കുറച്ച് ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവിയും അതുപോലെ തന്നെ റൈസൊക്കെ കൂടിയിട്ട് ദമ്മിട്ട് കഴിഞ്ഞാൽ നല്ല കിഡിലൻ ടേസ്റ്റാണ്. ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കണം. അപ്പോൾ എന്തായാലും ദമ്മിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഗ്രേവി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഒരു 4-5 കഷ്ണം കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ചിക്കൻ കറി ഉണ്ടാക്കിയാൽ മതിയാവും. ഇവിടെ എല്ലാവർക്കും ചെറിയ പീസുകളോടാണ് കുറച്ചുകൂടി താല്പര്യം കൂടുതൽ. അപ്പോൾ എന്തായാലും ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ യാതൊരുവിധ എസൻസുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗാർണിഷ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവോളയും കൂടി ചേർത്ത് കൊടുത്തു. ഒരു ലെയറും കൂടി നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിളും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതിയാവും, ഇല്ലാത്തവർക്ക് പൈനാപ്പിൾ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും ഒക്കെ കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് മുകളിലേക്കും ഞാൻ കുറച്ച് ചിക്കൻ്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ചിക്കൻ്റെ ഗ്രേവിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ചിക്കൻ്റെ ഫുള്ളായിട്ടുള്ള ഫ്ലേവർ നമ്മുടെ റൈസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അതിനുശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം തീ ഓണാക്കി കൊടുക്കുകയാണ്. അത് 5 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൈസിൻ്റെ ആ വേവ് പക്കയാവും. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള ഗ്രേവിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് റൈസിൽ പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഞാൻ കുക്ക് ചെയ്തത്. ഫൈനലി നമ്മുടെ ബിരിയാണിയുടെ എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു. ഇനി നമുക്കിത് ഉച്ചയ്ക്ക് പ്ലേറ്റിൽ വിളമ്പിയാൽ മാത്രം മതിയാവും കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ഇത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. പക്ഷേ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല കിഡിലൻ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പറ്റുന്നവരൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യുക. ഇത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി ഒന്നല്ല, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്തതാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെ ദമ്മൊക്കെ പൊട്ടിച്ചു, ചിക്കനൊക്കെ ആദ്യം മാറ്റി വെച്ചു, റൈസൊക്കെ നമ്മൾ ഇങ്ങനെ സെർവ് ചെയ്യാനായിട്ട് എടുക്കുകയാണ്. ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കേട്ടപ്പോൾ തന്നെ വിശന്നിട്ട് ഓരോരുത്തർ അടുക്കളയിലേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മിക്സ് ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഇതുപോലെ റൈസും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ബിരിയാണി ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലേറ്റിലാണ് ബിരിയാണി നമുക്ക് സെർവ് ചെയ്യുക. അപ്പോൾ അതുപോലെ ജസ്റ്റ് ഒന്ന് ആക്കിയെടുക്കുകയാണ്. നമ്മുടെ ബിരിയാണിക്ക് റിച്ച് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങിയതും അതുപോലെ തന്നെ ഒരു പുതിന ചമ്മന്തിയും പിന്നെ കുറച്ച് സെർലാസും സാലഡും ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു ബിരിയാണി സമയം തന്നിട്ടില്ല. കാരണം അത്രയും സ്മെല്ലായിരുന്നു. തൽക്കാലം ഞാനൊരു തൈര് വെച്ചിട്ട് ഒരു സർലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നല്ല കട്ടയായിട്ടുള്ള തൈരിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ സവോള, പിന്നെ നമുക്ക് കുറച്ച് കക്കിരിക്കായ, കറിവേപ്പിൻ്റെ ഇല, ഉപ്പ് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സർലാസ് തയ്യാറായി. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നമ്മൾ 2 പൈനാപ്പിളിൻ്റെ കഷ്ണവും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കഴിച്ചു തുടങ്ങി. അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.